ഒരു സീക്രട്ട് പറയട്ടെ, വലിയ സ്കെയറി ആയിട്ടുള്ള മാത്ത് പ്രോബ്ലംസ് ഒക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലോ, നിങ്ങളുടെ ടീച്ചറിനേക്കാളും ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ കാൽക്കുലേറ്ററിനേക്കാളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലോ. അതെ, വെൽക്കം ബാക്ക് എവരിവൺ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ട്രിക്സ് ആണ്. നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ട്രിക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ട്രിക്കിലേക്ക് പോവാം. സോ ആദ്യത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? 11 വെച്ച് നിങ്ങളൊരു 2 ഡിജിറ്റ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് ഞാനിപ്പോൾ 35നെ 11 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 35 × 11 എന്താണ് സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ കുറേ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ 35ലെ ആ 3നെയും 5നെയും അങ്ങ് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നടുവിലൊരു സ്പേസ് കൊടുക്കാം. ആ സ്പേസിൽ നമ്മൾ ആരെ കൊടുക്കണം? ഈ 3ൻ്റെയും 5ൻ്റെയും അഡീഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3 + 5 8 ആണ്. ആ 8 എന്നുള്ള നമ്പർ നമ്മൾ ആ സെൻറ്ററിൽ കൊടുത്താൽ 385 ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി നമ്പേഴ്സ് വെച്ച് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 45 × 11 എന്നുള്ളത് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ 45ലെ 4നെയും 5നെയും സെപ്പറേറ്റ് ചെയ്യുക. സെൻട്രൽ എന്ത് വരും? 4ഉം 5ഉം ആഡ് ചെയ്തിട്ടുള്ള 9 ആയിരിക്കും സെൻട്രൽ വരുന്നത്. സോ ഈ ട്രിക്സ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു പ്രോബ്ലം തരാം. 36 × 11 അത് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ, അതായത് ഈ 2 ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 10നേക്കാൾ കുറവുള്ള നമ്പർ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 9ൻ്റെ മൾട്ടിപ്പിൾസ് വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം 9ൻ്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 9, 18, 27 അങ്ങനെ പോകുന്നുണ്ട് അല്ലേ. 2 × 9 18 ആണ്. 3 × 9 എന്ന് പറയുന്നത് 27 ആണ്. സോ നമുക്ക് ഇങ്ങനെ പറഞ്ഞു പഠിക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. നിങ്ങളുടെ ഹാൻഡ്സ് ഒരു കാൽക്കുലേറ്ററായി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് 9ൻ്റെ മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങളുടെ വിരലുകൾ ഇങ്ങനെ വെക്കാം, 2 കൈയും ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്കിപ്പം 9ൻ്റെ 10 വരെയുള്ള 10 × 9 വരെയുള്ള മൾട്ടിപ്പിൾസ് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാം. അതിലിപ്പോൾ നിങ്ങൾക്ക് 3 × 9 ആണ് അറിയേണ്ടത്. ഓക്കെ, 3 × 9 അറിയണമെങ്കിൽ നിങ്ങൾ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. കൈകൾ ഇങ്ങനെ വെക്കാം. ലെഫ്റ്റിൽ നിന്ന് 1, 2, 3 തേർഡ് വിരൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ മടക്കി വെക്കുക. എന്നിട്ട് ആ ഒരു മടക്കി വെച്ച വിരലിൻ്റെ ലെഫ്റ്റിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കാം. ലെഫ്റ്റിൽ എത്ര വിരലുകളുണ്ട്? 2 വിരലുകളാണ് അവിടെയുള്ളത്. ഓക്കെ, റൈറ്റിൽ എത്ര വിരലുകളുണ്ട് നോക്കാം. നിങ്ങൾ നോക്കുമ്പോൾ 7 വിരലുകളായിരിക്കും ഇതിൻ്റെ റൈറ്റിലേക്ക് ഉണ്ടാവുക. സോ ലെഫ്റ്റിലുള്ള ഫിംഗേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. റൈറ്റിലുള്ള ഫിംഗേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 ആണ്. സോ 27 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് 5 × 9 എത്രയാണെന്ന് നോക്കി നോക്കാം അല്ലേ. 5 × 9 എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5 5ാമത്തെ ഫിംഗർ നമ്മൾ മടക്കി വെക്കുന്നു. ആൻഡ് ആ ഫിംഗറിൻ്റെ ലെഫ്റ്റിലേക്ക് എത്ര ആൾക്കാരുണ്ട്? 1, 2, 3, 4 ആൻഡ് റൈറ്റിലേക്ക് എത്ര ആൾക്കാരുണ്ട്? 5. സോ 45 ഈസ് അവർ ആൻസർ. സോ അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് 9ൻ്റെ 10 വരെയുള്ള മൾട്ടിപ്പിൾസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ 8 × 9 എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഉടനെ തന്നെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ട്രിക്കിനെ ഞാൻ ലേസി അഡീഷൻ എന്ന് പറയും. അതായത് നമ്മൾ 100നോട് ക്ലോസ് ആയിട്ടുള്ള നമ്പേഴ്സിനെ വേറൊരു നമ്പർ കൊണ്ട് ആഡ് ചെയ്യുന്ന ട്രിക്കാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. സപ്പോസ് ഞാൻ 98 + 45 എന്നുള്ള അഡീഷൻ ചെയ്യാൻ പോവുകയാണ്. 98 + 45 ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 98നെ നമ്മൾ 100 ആക്കും. 98നെ എങ്ങനെയാണ് 100 ആക്കുക? 98 + 2 ചെയ്താൽ 100 ആണെന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 100 + 45 നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 100 + 45 എത്രയാണ്? 145. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ 98നെ 100 ആക്കാൻ വേണ്ടിയിട്ട് 2 ആഡ് ചെയ്തു. ആ 2 ഈ 145 നമ്മൾ മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ 98 + 45 എന്ന് പറയുമ്പോൾ 100 + 45 ആക്കും, 145 എന്ന് കിട്ടും. ആ 2 നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യുമ്പോൾ 143 എന്ന് കിട്ടും. ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ 99 + 33 എത്രയായിരിക്കും എന്ന് നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ചിട്ട് താഴെ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. സോ നമ്മളിപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു 3 ട്രിക്കുകളാണ് കണ്ടത് അല്ലേ. 11നെ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ട്രിക്ക് കണ്ടു. അതേപോലെ 9ൻ്റെ മൾട്ടിപ്പിൾസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് കണ്ടു. അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടത് 100നോട് അടുത്തുള്ള നമ്പേഴ്സിനോട് വേറെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഈസി ആയിട്ട് ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടു. സോ ഈ 3 ട്രിക്സ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇത് നിങ്ങളെ ക്ലാസ്സിൽ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് വിളിച്ച് പറയാനും അതേപോലെ വർക്ക് ബുക്കിൽ വർക്കുകൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തിക്കാനൊക്കെ ഈ ട്രിക്കുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഈ 3 ട്രിക്കുകളിൽ ഏത് ട്രിക്കാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയതായി എന്തെങ്കിലും പഠിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സ്കൂളുകളിലൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോവുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ഓൾ.